കൂടുതൽ സ്റ്റോറീസ്, കൂടുതൽ ഡൈവേഴ്സിറ്റി, കൂടുതൽ ക്രിയേറ്റിവിറ്റി, കൂടുതൽ അടിപൊളി എക്സൈറ്റിംഗ് വർക്കുകൾ. ഓക്കെ, നിങ്ങളുടെ ഒരു കഥയുണ്ട്, ഒരു നല്ല വിഷനും ഉണ്ട്, പക്ഷെ അതിനൊരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് ആക്കാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടല്ലേ. പലരുടെ ആ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഏതെങ്കിലും ഒരു റെൻ്റൽ ഹൗസിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ അടച്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ ഏറ്റവും പ്രധാനം ഒരു സിനിമ ക്യാമറയാണ്. ഞാനീ പറയുന്നത് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായ ഒരു സിനിമയുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സിനിമ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് അരി അലക്സ എന്ന ക്യാമറയാണ്. ഇറ്റ്സ് എ ഗോൾഡൻ ടിക്കറ്റ് ടു ഹൈ എൻഡ് ഫിലിം മേക്കിംഗ്. പക്ഷേ ഈ ഗോൾഡൻ ടിക്കറ്റിന് വളരെ വലിയൊരു പ്രൈസും കൊടുക്കേണ്ടി വരും. പിന്നെ അരി അലക്സയിൽ പോലും അതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് ക്യാമറ എന്നൊക്കെ പറയുന്നത് റെൻ്റൽ ഹൗസുകൾക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആർക്കൊരു മേടിക്കാനോ സ്വന്തമായി യൂസ് ചെയ്യാനോ സ്വന്തം ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനോ പറ്റുന്ന ഒരു ക്യാമറ പോലും അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സിനും അരി അലക്സയുടെ ഒരു ഹൈ എൻഡ് ക്യാമറ എന്ന് പറയുന്നത് ഒരു ടൂളിന് പകരം ഒരു ഡ്രീമായിട്ട് നിലനിൽക്കാറാണ് പതിവ്. ഞാൻ ഒരുപാട് സിനിമാറ്റിക് പ്രൊജക്ട്സ് ഒന്നും ചെയ്യാറില്ലെങ്കിലും ചില കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സിന് വേണ്ടിയൊക്കെ റെഡിൽ 1-2 പ്രൊജക്ട്സ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അരി അലക്സയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കും ഒരു സ്വപ്നം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ടൂളിന് പകരം ഒരു സ്വപ്നമായിട്ടാണ് ഹൈ എൻഡ് സിനിമ ക്യാമറാസ് നമുക്ക് പലപ്പോഴും നിൽക്കുന്നത്. സോ വാട്ട് ഇഫ് ദീസ് ഹൈ എൻഡ് ക്യാമറാസ് ആർ നോട്ട് ജസ്റ്റ് ഫോർ ഒരു എലീറ്റ് ക്ലാസ് ഓഫ് ഫിലിം മേക്കേഴ്സ്? ഫിലിം മേക്കിങ്ങിലെ ലോകത്തിലെ ബെസ്റ്റ് ടൂൾസ് ഒരു റെൻ്റൽ ഹൗസിൻ്റെ മതിലുകൾക്കുള്ളിൽ അടച്ച് കിടക്കുക, അല്ലെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ അല്പം കൂടെ എളുപ്പമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ ഹൈ എൻഡ് ടൂൾസിനെ ഫിലിം മേക്കിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ബ്ലാക്ക് മാജിക് എന്ന ബ്രാൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡാവിഞ്ചി റിസോൾവ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ വേർഷനിൽ തന്നെ അത്യാവശ്യം എല്ലാ ടൂൾസും യൂസ് ചെയ്യാവുന്ന രീതിയിൽ അവർ ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചു. അതിൻ്റെ ഒരു മാറ്റം, റിസോൾവിലേക്കുള്ള പലരുടെയും സ്വിച്ചിൻ്റെ ഒരു മാറ്റം നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഇപ്പോൾ കാണാൻ തുടങ്ങുന്നില്ലേ. നല്ല കിഡിലൻ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പോലും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന ബ്രാൻഡിൻ്റെ റോൾ വളരെ വലുതാണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സും അവരുടെ എഡിറ്റും കളർ ഗ്രേഡും ബ്ലാക്ക് മാജിലേക്ക് റീസെൻ്റ്ലി സ്വിച്ച് ആക്കിയിട്ടുണ്ടാവും. ഇനി ഇതേ റെവല്യൂഷൻ ക്യാമറയിലേക്ക് കൊണ്ടുവരികയാണ് ബ്ലാക്ക് മാജിക്. അതെന്താണെന്ന് വീഡിയോയിൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എനിക്കിഷ്ടമുള്ള ഫിലിം മേക്കിംഗ്, ഫോട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളെ പറ്റിയാണ് നമ്മളിവിടെ കൂടുതൽ സംസാരിക്കുന്നത്. എന്നും വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല, പക്ഷേ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ജെനുവിനായിട്ട് എൻ്റെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം. അല്ലാതെ വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ്, ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് അടിച്ചാൽ അതെനിക്കൊരു ചെറിയ മോട്ടിവേഷനായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മതിൽക്കെട്ടുകളില്ലേ, ആ മതിൽക്കെട്ടുകളെ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ പുതിയ ക്യാമറകൾ അവർ ഇറക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു ക്യാമറ ലൈനപ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ അർസ 17K ലാർജ് ഫോർമാറ്റ് ക്യാമറ. അതിൽ തോളോട് ചേർന്ന് നിൽപ്പുണ്ട് 12K ലാർജ് ഫോർമാറ്റ് ക്യാമറയും. ഈ 12K ലാർജ് ഫോർമാറ്റ് ക്യാമറയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ബ്ലാക്ക് മാജിക് എന്ന ബ്രാൻഡിനും മറ്റ് ക്യാമറ ബ്രാൻഡ്സിനും ഇൻഡസ്ട്രിയിലുള്ളവർക്കും ഇപ്പോൾ അറിയാം, ഇത് വെറുതെ ഒരു പുതിയ ക്യാമറ കൊണ്ടുവരുന്നതല്ല, മറ്റൊരു ചേഞ്ചിനുള്ള ഒരു തുടക്കമാണ്. കാരണം എന്താണെന്നല്ലേ, പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് എനിക്കിതിൽ തോന്നുന്നത്. ഒന്ന്, നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാനുള്ള എളുപ്പം. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലാർജ് ഫോർമാറ്റ് ക്യാമറാസൊക്കെ പലപ്പോഴും റെൻ്റൽ ഹൗസുകളുടെ മാത്രം കയ്യിൽ വരുന്നതും, കാരണം അത്രയും ഹ്യൂജ് പ്രൈസ് ഉള്ള ക്യാമറാസാണ്. മാത്രമല്ല ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയുടെ ബ്രെയിൻ മാത്രമാണ് അല്ലേ. നമുക്ക് പലപ്പോഴും ആ ക്യാമറയുടെ കൂടെ മറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഇല്ല, ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ പോലും ഇല്ല. നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് കാണണമെങ്കിൽ പോലും എക്സ്ട്രാ പൈസ മുടക്കേണ്ട ഒരവസ്ഥയാണ്. അത് സേവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിന് എക്സ്ട്രാ പൈസ മുടക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു ക്യാമറ വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വളരെ മിനിമം സെറ്റ് ഓഫ് ആൾക്കാർക്കും അതുപോലെ ചില റെൻ്റൽ ഹൗസുകൾക്കും മാത്രമൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് അർസ സിനിയിലെ അവർ കൊണ്ടുവരുന്നതും അതിൻ്റെ പ്രൈസിങ് ചെയ്തിരിക്കുന്നതും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കൗതുകത്തിന് നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ അരി അലക്സയുടെ ക്യാമറയുടെ ലൈനപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ളത് എടുത്താൽ പല ക്യാമറ മോഡൽസിൻ്റെയും റേറ്റ് നമുക്കവിടെ കാണാൻ പോലും സാധിക്കത്തില്ല. അത്രയും വലുതായതുകൊണ്ട് അവർ വെബ്സൈറ്റിൽ പോലും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ ഒരു കണക്കിൽ പറഞ്ഞ ഒരു 100K കനേഡിയൻ ഡോളേഴ്സ് എങ്കിലും നമ്മൾ കൈവെക്കാതെ ഇതുപോലത്തെ ഒരു സംഭവത്തെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മളൊരു യൂസ്ഡ് ക്യാമറ അല്ല മേടിക്കുന്നതെങ്കിൽ. ആ സമയത്ത് അതിൻ്റെ പകുതി ചെലവിൽ ഏറ്റവും ഹൈ എൻഡ് സിനിമ ക്യാമറാസായ ലാർജ് ഫോർമാറ്റ് അരി അലക്സ ക്യാമറാസ് പോലെയുള്ള ക്യാമറാസിനോട് കിടപിടിക്കുന്ന
ഒരു ലാർജ് ഫോർമാറ്റ് 17K റെസൊല്യൂഷനുള്ള ക്യാമറ ബ്ലാക്ക് മാജിക് ഇറക്കിയിരിക്കുന്നത് പോലും ഈ പറയുന്ന പ്രൈസിൻ്റെ പകുതി വിലയിൽ താഴെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അല്പം ആക്സസബിൾ ആയിട്ടാണ് ഈ ക്യാമറ ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ പോയിൻ്റാണ് അതിൻ്റെ വാല്യൂ. ഈ 17K ലാർജ് ഫോർമാറ്റ് ഹൈ എൻഡ് ക്യാമറ അങ്ങ് മാറ്റി നിർത്തുക, എന്നിട്ട് നമുക്ക് ആ 12K ക്യാമറ ഒന്ന് ശ്രദ്ധിച്ചാലോ. ഈ 12K ലാർജ് ഫോർമാറ്റ് ക്യാമറ പോലും അതിൻ്റെ പ്രൈസിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കമ്പയറബിൾ ക്യാമറാസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് പ്രൈസ് കുറഞ്ഞു. അതിനോടൊപ്പം നമുക്കതിന് കൂടുതൽ വാല്യൂ തരുന്ന രീതിയിൽ ക്യാമറ കംസ് വിത്ത് അതിൻ്റെ EVF കൂടി അതിൻ്റെ ഒരു 8 TB മെമ്മറി കാർഡോട് കൂടി നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ മറ്റ് ക്യാമറയുടെ ബോഡി മേടിക്കുന്നതിൻ്റെ പകുതി പ്രൈസും ഇരട്ടി വാല്യൂ ആണ്. അപ്പോൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ബ്ലാക്ക് മാജിക് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്യാമറ ഈ പ്രൈസിൽ മേടിക്കുന്ന ആൾക്ക് ആ മേടിച്ച് നേരെ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന പരുവത്തിൽ ക്യാമറ കൊടുക്കുക എന്നുള്ളതും ഒരു റെവല്യൂഷണറി ചേഞ്ചാണ് സിനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെക്നോളജി. നമ്മുടെ ക്യാമറ കമ്പനീസ് മിക്കപ്പോഴും ഒരേ ടെക്നോളജി തന്നെ വീണ്ടും വീണ്ടും ഒരല്പം കൂടെ റിഫൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പം ബ്ലാക്ക് മാജിക് ഇവിടെ പുതിയൊരു ടെക്നോളജിയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം നമ്മുടെ സാധാരണ സെൻസർ ക്യാമറ സെൻസേഴ്സിൽ RGB അങ്ങനെ 3 കളേഴ്സും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഓരോ പോയിന്റ്സ് ഉള്ളതും അതുവഴിയാണ് നമ്മൾ ഇമേജ് റിസീവ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ബ്ലാക്ക് മാജിക് RGBW സെൻസറാണ് കൊണ്ടുവരുന്നത്. ഇതൊരു പുതിയ ടെക്നോളജിയാണെന്ന് പറയാൻ പറ്റില്ല. പല ബ്രാൻഡ്സും ചെയ്തിട്ടുള്ള ഒക്കെ ടെക്നോളജി തന്നെയാണ്. പക്ഷേ ഈ RGBW തന്നെ പുതിയൊരു വേർഷനാണ് ബ്ലാക്ക് മാജിക് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് RGBW ടെക്നോളജി. ഒരു സ്പെസിഫിക് ഗുണം പറഞ്ഞുതരാം. നമ്മുടെ Arri-Alexa ആണെങ്കിൽ റെഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമറാസ് നമുക്ക് ലെറ്റ്സ് സേ ഒരു 8K സെൻസർ ക്യാമറയാണെങ്കിൽ അതേ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K ഷൂട്ട് ചെയ്യണമെങ്കിൽ മിക്കപ്പോഴും സംഭവിക്കുക ഈതർ നമ്മുടെ ആക്ച്വൽ ആ റോ ഫോമാറ്റിൽ എന്തെങ്കിലും കോംപ്രമൈസ് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ ക്രോപ്പിംഗ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കുറഞ്ഞ റെസൊല്യൂഷൻസ് ഷൂട്ട് ചെയ്യുക. അതേസമയം ബ്ലാക്ക് മാജിക്കിൻ്റെ ഈ ടെക്നോളജിയിൽ 12K ക്യാമറയിൽ 12K എന്ന് പറയുന്നത് ഓപ്പൺ ഗേറ്റ് ആണ്, 8K എന്ന് പറയുന്നത് ഓപ്പൺ ഗേറ്റ് ആണ്. ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സെൻസർ യൂസ് ചെയ്തിട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ് ഓപ്പൺ ഗേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ 12K ഓപ്പൺ ഗേറ്റ് ആണ്, 8K ഓപ്പൺ ഗേറ്റ് ആണ്, 4K ഓപ്പൺ ഗേറ്റ് ആണ്. അതായത് അതേ ഫുൾ സെൻസർ ക്വാളിറ്റിയിൽ ഏത് ഫോമാറ്റും ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി ബ്ലാക്ക് മാജിക് തന്നെ Pixis 6K എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ ഇറക്കിയിരുന്നു. അതിലെ 6K ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ആവും ഈ ഓപ്പൺ ഗേറ്റ് ആയിട്ടുള്ള 12K ക്യാമറയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന 4K റെസൊല്യൂഷനിൽ. അതാണ് ഈ ഓപ്പൺ ഗേറ്റിൻ്റെ ബെനിഫിറ്റ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ഇത്ര എക്സൈറ്റഡ് ആയതും ഈ വീഡിയോയും ചെയ്യാൻ കാരണമെന്ന് പറയാം. എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഈ പുതിയ മൂവ് എന്ന് പറയുന്നത് ഇതൊരു പുതിയ ക്യാമറ ഇറക്കി ഇവിടെ തീരുന്നൊരു കാര്യമല്ല. ഇതൊരു ഫ്യൂച്ചറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സോണിയുടെ FX3 എന്ന് പറയുന്ന ക്യാമറ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത, അവരുടെ ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സ് തന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞ ഒരു ക്യാമറയാണെന്ന്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ തുറന്നാൽ കാണുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സും നല്ല ഹോളിവുഡ് ടൈപ്പ് ഫ്രെയിംസ് വെച്ചിട്ടാണ് അവരുടെ കഥ പറയുന്നത് അല്ലേ. അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്നോവേഷനാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ ഈ ക്യാമറ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിലെ 12K-യോ 8K-യോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സോ RGBW ഒന്നും അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം. പകരം ഇത് ആൾക്കാരുടെ കയ്യിലേക്ക് ഈസിയായി, മറ്റുള്ള ക്യാമറകളേക്കാൾ ഈസിയായി എത്താൻ കഴിയുന്ന ഒരു ഹൈ എൻഡ് ടൂളാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അതിൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ലാതെ ഹൈ എൻഡ് ടൂൾസ് യൂസ് ചെയ്യാം എന്ന് ഉള്ള ഫീലിംഗ് വരുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, നമ്മുടെ വിഷനുള്ള ഫ്രീഡം, നമുക്ക് എക്സ്പീരിമെൻറ്റ് ചെയ്യാനുള്ള ഫ്രീഡം. ഇപ്പോൾ റീസെൻ്റ്ലി പോലും നമ്മുടെ ഹോളിവുഡിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഹൈ എൻഡ് ടെക്നോളജി നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നു തുടങ്ങി. മലയാള സിനിമയുടെ ക്വാളിറ്റി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പോയില്ലേ. അപ്പോൾ അതുപോലുള്ള അതേ ക്വാളിറ്റി അപ്കമിങ് ഫിലിം മേക്കേഴ്സിൻ്റെ കയ്യിലും കൂടെ എത്തിക്കഴിയുമ്പോൾ ഡിഫറൻസ് എന്താ? കൂടുതൽ സ്റ്റോറീസ്, കൂടുതൽ ഡൈവേഴ്സിറ്റി, കൂടുതൽ ക്രിയേറ്റിവിറ്റി, കൂടുതൽ അടിപൊളി എക്സൈറ്റിംഗ് വർക്കുകൾ. ഫിലിം മേക്കിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ടെക്നോളജിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ആ ടെക്നോളജിയൊക്കെ ആരുടെ കയ്യിലാണ് എന്നുള്ളതിലാണ്. സോ ഇഫ് യു ആർ എ ഫിലിം മേക്കർ ഓർ ആൻ ആസ്പയറിംഗ് ഫിലിം മേക്കർ, ആർ യു റെഡി ടു ബി പാർട്ട് ഓഫ് ദിസ് ഫ്യൂച്ചർ? കാരണം ഇനി വരാൻ പോകുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന ഹൈ എൻഡ് ക്യാമറാസ് ആണ്. ടെക്നോളജി ഈസ് ഓൾറെഡി ഇൻ യുവർ ഹാൻഡ്. സോ ഓൾ യു നീഡ് ടു തിങ്ക്, നമ്മൾ ആകെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വാട്ട് വിൽ ഐ ക്രിയേറ്റ്? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ നമുക്ക് RGB കളേഴ്സ് കാണുന്നതിനോടൊപ്പം W എന്ന വൈറ്റ്, അതായത് ലുമിനൻസ് വാല്യൂയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോയിന്റും കൂടെ സെൻസറിൽ ആഡ് ചെയ്തുകൊണ്ട് മുമ്പത്തെ ടെക്നോളജിയിൽ ക്യാമറാസ് ഒരു സെൻസറിൻ്റെ അത്രയും ഏരിയയിൽ നിന്നും എത്ര ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുമോ അതിനേക്കാൾ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അല്പം കൂടെ ഫാസ്റ്റർ റീഡ് ഔട്ട് സ്പീഡ് ഉണ്ട് ഈ പുതിയ ടെക്നോളജിയിൽ. ഫാസ്റ്റർ ആയിട്ടുള്ള റീഡ് ഔട്ട് സ്പീഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് റോളിംഗ് ഷട്ടറിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാനും, അതുപോലെ സാധാരണ ഈ റേഞ്ചിലുള്ള അതേ ക്യാമറ
ക്യാമറകളെക്കാൾ ബെറ്റർ ഹൈ ഫ്രെയിം റേറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കഴിവുമൊക്കെ ഈ അർസ സിനി ക്യാമറയ്ക്കുണ്ട്.